ഇനി ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ കനത്ത മഴയിൽ ചാലക്കുടി മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ്. കപ്പത്തോട് കര കവിഞ്ഞതിനെ തുടർന്ന് റെയിൽവേ അടിപ്പാത മുങ്ങി. ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ടാണ്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇന്ന് ജില്ലയിൽ അവധിയൊക്കെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എത്രത്തോളം ജാഗ്രത വേണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം? എന്തൊക്കെ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജില്ലയിൽ നിന്നും? ജിൽസി, തൃശ്ശൂരിൽ മഴ വ്യാപകമായി പെയ്യുന്നുണ്ടെന്ന് പറയാം. തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിൽ, തൃശ്ശൂർ നഗരത്തിലും ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴയാണ് പെയ്തത്. ചാലക്കുടി പുഴ മഴയെ തുടർന്ന് കരകവിഞ്ഞൊഴുകുകയാണ്. കപ്പത്തോട് നിറഞ്ഞു. കപ്പത്തോട് നിന്നും വെള്ളം നിറഞ്ഞിരിക്കുന്ന ഭാഗത്താണ് ഞാനുള്ളത്. ഇത് കമ്മളം എന്ന പ്രദേശമാണ്. ദൃശ്യത്തിൽ കാണാം, ഒരു വീടിന്റെ താഴത്തെ നില ആകെ വെള്ളം കയറിയ നിലയിലാണ് കാണുന്നത്. ഈ ഭാഗത്തൊരു റോഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ റോഡ് ദൃശ്യമല്ല എന്നുള്ളതാണ്. ഈ നിലയിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ റോഡിന് മറുവശത്ത് നിരവധി വീടുകളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പെരിങ്ങൽകുത്ത് ഡാം 11 മണിയോടുകൂടി തുറക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് തുറക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരാനുള്ള സാധ്യതയുമുണ്ട്. നമ്മോടൊപ്പം ഇവിടെ നാട്ടുകാരുണ്ട്, വാർഡ് മെമ്പർ കൂടിയാണ്. എന്താണ് ഈ പ്രദേശത്തെ ഒരു സ്ഥിതി? ഈ പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 8:00 കൂടിയാണ് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഡാം തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയൊരു നിർദ്ദേശം. പെയ്ത്ത് വെള്ളമാണ് കൂടുതലും. എന്താണെന്ന് വെച്ചാൽ മലയുടെ അവിടേക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് വെള്ളം കയറിയത്. ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പരിയാരം പഞ്ചായത്തിൽ ഏറ്റവും ഫസ്റ്റ് കയറുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പോത്തോടി കമ്മളം പ്രദേശം എന്ന് പറയുന്നത്. അവിടെ ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ട്? ഈ ഭാഗത്ത് ഇപ്പോ ഈ വീട്ടിലാണ് കയറുള്ളൂ. പിന്നീട് വെള്ളം ഈ വീടിന്റെ 1ാം നില ഇറങ്ങി 2ാം നിലയിലേക്ക് കയറിയാലാണ് ഈ പ്രദേശത്ത് കുറച്ച് വീടുകളിലേക്ക് കയറുള്ളൂ. പിന്നെ ഈ വാർഡിന്റെ മറ്റൊരു വശമാണ് മണലായി, കുറ്റിക്കാട് മണലായി എന്ന് പറയുന്ന പ്രദേശം. അതും അവിടെയും ഇതുപോലെ തന്നെ വെള്ളം കുറച്ച് വീടുകൾ, ഒരു 3-4 വീടുകളിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ചാലക്കുടി പുഴ ഇനി ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വെള്ളം വന്ന് നിറയുകയാണെങ്കിൽ എന്താവും ഈ ഭാഗത്തെ ഒരു സ്ഥിതി? ഇത് മുൻപ് പ്രളയബാധിത മേഖല കൂടി ആയിരുന്നല്ലോ. 2018 ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഒരു 220 വീടോളം നമ്മള് വെള്ളം കയറിയ ഒരു പ്രദേശമാണ്. വലിയ ലെവലില് വെള്ളം കയറിയ ഒരു പ്രദേശമാണ്. പിന്നെ ഈ പ്രദേശത്തെ കുറിച്ച്, പരിയാരം പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട ഒരു ഇതാണ് കാർഷിക മേഖലയാണ്. കർഷകര് ആണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത്. ഇപ്പൊ ഈ പ്രദേശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വാഴ, കൊള്ളി ഇങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഈ പ്രദേശത്ത്. ഇത് ഏകദേശം ഇത് നശിച്ചു പോയൊരു അവസ്ഥയിലാണ്. കർഷകരൊക്കെ വളരെയേറെ പ്രതിസന്ധിയിലാണ്. ക്യാമ്പ് ഭാഗത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? ഈ ഭാഗത്ത്, ഈ വാർഡില് ഇപ്പൊ ഇവരെയൊക്കെ മാറിയിരിക്കുന്നത് ബന്ധുവീടുകളിലേക്കാണ്. പരിയാരം പഞ്ചായത്തില് ഇപ്പോ സെന്റ് ജോർജ് സ്കൂളില് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മംഗലം കോളനി ഭാഗത്താണ് വെള്ളം കയറിയിട്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വാർഡില് ഇപ്പൊ അടിയന്തരമായിട്ട് ഇപ്പൊ കയറുകയാണെങ്കിൽ നമ്മളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും പോകേണ്ടി വരും. ഇവിടെ മറ്റൊരു ആളുണ്ട്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടുത്തെ സ്ഥിതി ഇത് 18 തുടങ്ങിയതാണ് ഇവിടുത്തെ സ്ഥിതി. യഥാർത്ഥ പ്രശ്നം ഇവിടെ ഒരു തടയണയുണ്ട്. ഈ ചാലക്കുടി പുഴയിലെ ഒരു യാതൊരുവിധ മുൻവിധിയില്ലാണ്ട് തോന്നിയ പോലെ തടയണകൾ നിർമ്മിക്കുക. തടയണയിൽ നിന്ന് വെള്ളം തുറന്നു പോകാനായിട്ട് 2 സൈഡിലും പുറംകോപ്പ് അഥവാ അത് കടന്നു പോകാനുള്ള വഴി ഇടണം. മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഈ പറയുന്ന 5-8 ചെറിയ വാൽവുകളിൽ കൂടെ പോയാൽ നടക്കൂല. ഈ ഭാഗത്ത് എങ്ങനെ ഒരുപാട് വീടുകളുണ്ടോ? എന്താണ് ഈ ഭാഗം? ഇത് കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇത് പാടമായിരുന്നു. ഈ പാടത്തിന്റെ അപ്പുറത്ത് ധാരാളം വീടുകളുണ്ട്. കോടശ്ശേരി, അത് കോടശ്ശേരി പഞ്ചായത്താണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി വാഴ തൈകളും മറ്റും നമുക്ക് കാണാം. കൊള്ളി കൃഷിയൊക്കെ തന്നെ ആ ഭാഗങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മളോട് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ വെള്ളം നിറഞ്ഞിട്ടുള്ള സ്ഥിതിയാണ്. നേരത്തെയും കഴിഞ്ഞ പ്രളയ കാലഘട്ടങ്ങളൊക്കെ തന്നെ ചാലക്കുടി, മാള തുടങ്ങിയ പ്രദേശങ്ങൾ വലിയ നഷ്ടം സംഭവിച്ച സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും ഇത്തരത്തിൽ വെള്ളം കയറുന്നത് എന്നുള്ളത് ആശങ്ക പടർത്തുന്ന കാര്യമാണ്. കൂടുതൽ നാട്ടുകാർ ഇവിടെയുണ്ട്. എന്താണ് ചേട്ടാ അവിടെ സ്ഥിതി? വെള്ളം കൂടുതലാണ്. ഞങ്ങളുടെ പാടമൊക്കെ മുങ്ങി കിടക്കണം. അതിലൊക്കെ വാഴയും ജാതിയും ഒക്കെ ഉള്ളതാണ് ഒക്കെ പോയി കിടക്കുക. ആശങ്കയുണ്ട്. ഇനി പെരിങ്ങൽകുത്ത് തുറന്നാൽ കൂടുതൽ വെള്ളം വരുന്നുള്ള ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? പെരിങ്ങൽകുത്ത് തുറന്നാൽ വീണ്ടും പ്രശ്നമാവും. വീടുകളിലേക്കൊക്കെ കയറും.
ഇപ്പൊ വീട്ടിലേക്കായിട്ടില്ല. യെസ് നടരാജ്, എന്തായാലും നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ ആശങ്കയിൽ തന്നെയാണ്. കൃഷി നശിക്കുന്നു, അപ്പൊ തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നു. അത്തരം സാഹചര്യങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ആശ്വാസകരമായത് അത്രയും വിനാശകരമായ ഒരു സാഹചര്യം നിലവിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനോപാധികളൊക്കെ നശിക്കുന്നത് വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ്. അത്തരം ആശങ്കകൾ കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് ആളുകൾ പങ്കുവയ്ക്കുന്നത്.